ഹലോ, വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്താണെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയാലോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം രണ്ട് കാലഘട്ടങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളായാണ് നടന്നത്. 1642 ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപവും 1688 രക്തരഹിത വിപ്ലവവും. ഇതിൽ തന്നെ 1688 രക്തരഹിത വിപ്ലവത്തെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവേർട്ട് രാജവംശം. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ സ്റ്റുവേർട്ട് രാജാവാണ് ജെയിംസ് ഒന്നാമൻ. ബ്രിട്ടനിൽ പാരലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർലമെന്റും ഈ പറയുന്ന സ്റ്റുവേർട്ട് രാജാക്കന്മാരും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അവർക്ക് പാർലമെന്റിനും അവകാശം വേണം എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് 1628 ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങളും പാർലമെന്റും കൂടി ഒരു പെറ്റീഷൻ നടത്തുകയുണ്ടായി. ആ പെറ്റീഷനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. തുടർന്ന് പാർലമെന്റിനും കൂടി അധികാരങ്ങൾ ലഭിച്ചുവെങ്കിലും 1629 ചാൾസ് ഒന്നാമൻ പാർലമെന്റ് പിരിച്ചുവിടുന്നു. ഈ സംഭവത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ കറുത്ത ഏട് എന്നാണ് വിശേഷിപ്പിക്കാറ്. തുടർന്ന് 1640 വീണ്ടും പാർലമെന്റ് വിളിച്ചുകൂട്ടുകയും 1640 മുതൽ 1660 വരെ ആ പാർലമെന്റ് ഒരു ലോങ് പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് 1641 ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി. അതായത് ഇംഗ്ലീഷ് സിവിൽ വാറുകൾ ആരംഭിക്കാനായി തുടങ്ങി. പാർലമെന്റിന്റെ നല്ല നടത്തിപ്പിനായിട്ട് പാർലമെന്റിലുള്ള രാജാവിനെ അനുകൂലിക്കുന്ന അംഗങ്ങളെയെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കേണൽ തോമസ് പ്രൈഡിന്റെ നേതൃത്വത്തിൽ ഒരു ബന്ദിയാക്കൽ നടപടി നടക്കുകയുണ്ടായി. അതായത് പ്രൈഡ് പേർച്ച് എന്നാണ് ഈ നടപടി അറിയപ്പെടുന്നത്. 1648 ഡിസംബർ 6 പ്രൈഡ് സ്പെർജ് നടപടി നടന്നത്, അല്ലെങ്കിൽ പ്രൈഡിന്റെ ശുദ്ധീകരണം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് 1649 പ്രൈഡ് സ്പെർജിന് ശേഷം ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഒളിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് നിലവിൽ വരുന്നു. ആ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ആ ഭരണ കാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് ഒളിവർ ക്രോംവെല്ലിന്റെ മരണത്തിന് ശേഷം ചാൾസ് രണ്ടാമൻ ഭരണത്തിൽ വരുന്നു. ചാൾസ് രണ്ടാമന്റെ കാലത്തിന് ശേഷം ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നു. ഈ ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നതോടുകൂടി പാർലമെന്റുമായി വീണ്ടും തർക്കത്തിൽ വരികയും ജെയിംസ് രണ്ടാമന്റെ ഭരണത്തോട് താല്പര്യമില്ലാതിരുന്ന പാർലമെന്റ് അംഗങ്ങൾ ജെയിംസ് രണ്ടാമന്റെ മുൻ ഭാര്യയിലെ മകളായ മേരി രണ്ടിനെയും ഭർത്താവായ വില്യം മൂന്നിനെയും ഹോളണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുകയും തുടർന്ന് 1688 ജെയിംസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ അധികാര കൈമാറ്റമാണ് 1688 മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ കൊട്ടാരം വിപ്ലവം, പ്യൂറിറ്റൻ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ നടന്ന 1688 മഹത്തായ വിപ്ലവമാണ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കപ്പെട്ടു. 1689 അവകാശ നിയമം അഥവാ ബിൽ ഓഫ് റൈറ്റ്സ്. ഇങ്ങനെ നീണ്ടുപോകുന്നു ഇന്നേ വരെ കണ്ടിട്ടുള്ള ഇംഗ്ലണ്ടിലെ മാറ്റങ്ങൾക്ക് കാരണമായ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്